നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാട് വിട്ടുപോയ മകൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന അനുഭവമുള്ള അച്ഛന് അതുപോലെ തന്നെ ഇതിനെയും കാണാനാവുമായിരിക്കും. എന്നാ എനിക്കങ്ങനെയല്ല. സച്ചിനെ എനിക്ക് രക്ഷിക്കണം. രക്ഷിക്കാൻ മാത്രം അപകടത്തിലാണെന്ന് നിനക്കെന്താ ഉറപ്പ്? എവിടെയാണെന്ന് പറഞ്ഞ മോളി പോകാനിറങ്ങിയത്, അതും ഒറ്റയ്ക്ക്. അച്ഛൻ എന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. അത് പോകുന്നത് പോലെ ഒറ്റയ്ക്കാവില്ല. സച്ചിനെ കൊണ്ട് തന്നെ ഞാൻ വരും. മോളെ, ഏട്ടത്തി ഏട്ടത്തി ഒറ്റയ്ക്കത് എവിടേക്കാ? സച്ചി ഏട്ടൻ എവിടെയാന്നുള്ള എന്തെങ്കിലും സൂചന കിട്ടിയിട്ടാണോ ഈ പോകുന്നത്? ഒരു സൂചനയില്ല. പക്ഷെ ഞാൻ എന്റെ സച്ചിനെ കാണും, അതെനിക്ക് ഉറപ്പാ. അങ്ങനെ കാണാനും രക്ഷപ്പെടുത്താനും എനിക്ക് പറ്റില്ലെങ്കിൽ അർച്ചനയെ ഇനി ആരും കാണില്ല. സച്ചിദാനന്ദനില്ലെങ്കിൽ അർച്ചനയില്ല. അർച്ചനയുടെ ജീവിതം പൂർണ്ണമാവില്ല. എന്തായാലും ഏട്ടത്തി ഒറ്റയ്ക്ക് പോവണ്ട, ഞാനും കൂടെ വരാം. എന്നെയും കൂടെ കൊണ്ടുപോയി കൂടെ ഏട്ടത്തിക്ക്? അത് ശരിയാവില്ല മോളെ. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്തൊരു യാത്ര ചെയ്ത് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് മാത്രം മതി. ഈ വീട്ടിൽ ആരും എന്നോട് പറയാത്തൊരു കാര്യം നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറയുകയും ചെയ്തു മോളെ. സച്ചിനെ കണ്ടില്ലെങ്കിലുള്ള കാര്യം മാത്രമേ ഞാനിപ്പോ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാ കണ്ടുകിട്ടിയാൽ നടക്കുന്നത് വേറെയായിരിക്കും. ഇന്നത്തെ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അവിടെ പോകണം, അതിൽ പങ്കെടുക്കണം. ഏതെങ്കിലും വിധേന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ നിന്നെ അപ്പ വിളിക്കും. പിന്നീട് നീ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നുണ്ട് രണ്ടാമത് പറഞ്ഞതാണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന്. ഞാൻ സച്ചിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വെറുതെ ഇറങ്ങി പോകുന്നതല്ല. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയായി വന്നാൽ ഞാൻ ഉടനെ തിരിച്ചു വരും. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഞാൻ മുന്നിട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഈശ്വരൻ എന്നെ കൈവിടാറില്ല. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ഇറങ്ങുന്നതും. എല്ലാത്തിലും നീ ജയിച്ചു എന്നുള്ള അഹങ്കാരത്തിന്റെ ചിരി ഇപ്പൊ നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അത് മുഖത്ത് പ്രകടമാവുന്നില്ലെങ്കിലും ഉള്ളിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ട് നീ. ആ ആഘോഷം നിന്റെ മുഖത്തേക്ക് വരുന്നൊരു സമയമുണ്ടല്ലോ, നിന്റെ വിവാഹ മുഹൂർത്തത്തിന്റെ സമയം. ആ സമയത്ത് ഞാൻ വരുന്നുണ്ട് നിന്റെ മുന്നിലേക്ക്, എന്റെ സച്ചിനോടൊപ്പം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.